അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ഇന്നലെ രാഹുൽ ഈശ്വറുമായി ടെക്നോ പാർക്കിലെ ഓഫീസിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തി. റിനു ശ്രീധറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ഇനി എന്തായിരിക്കും പോലീസിന്റെ ഒരു നീക്കം? റിനു, അതിലൊരു കൗതുകം എന്ന് പറഞ്ഞാൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യവും രാഹുലിന് വേണ്ടി സംസാരിച്ച് രാഹുൽ ഈശ്വറിന് ജാമ്യം ഇല്ലാതാകത്തും എന്നൊരു കൗതുകം കൂടി അതിലുണ്ട് കേട്ടോ. റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആഷ്മി ക്രിസ്റ്റിന. എന്തായാലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൗതുകം ഉറ്റുനോക്കുന്നുണ്ട് എല്ലാവരും. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോഴും തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലാണ്, അതായത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് രാഹുൽ ഈശ്വർ. ഇപ്പോഴും അദ്ദേഹം നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ ഷർട്ടിൽ തന്നെ നമ്മൾ ഇന്ന് കണ്ടതാണ്, മെൻസ് അസോസിയേഷൻ വേണമെന്നുള്ള ആവശ്യമാണ് ആ വസ്ത്രത്തിൽ പോലും ഉന്നയിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ ടെക്നോ പാർക്കിലെ ഓഫീസിലും എത്തിച്ച് തെളിവെടുത്തു. ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുക്കും ഒരു സാഹചര്യവും ഉണ്ടായി. ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നു. വൈകുന്നേരം 5 മണി വരെയാണ് പോലീസിന് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. ഇന്നും ചില സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം കസ്റ്റഡി കാലാവധി അല്ലെങ്കിൽ ആ സമയം അവസാനിക്കുന്ന മുറയ്ക്ക് കോടതിയിലോ മജിസ്ട്രേറ്റിന്റെ ചേംബറിലോ എത്തിച്ച പോലീസ് റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം ഇന്നലെ ജാമ്യ ഹർജി പുതിയൊരു അഭിഭാഷകൻ രാഹുൽ ഈശ്വറിന് വേണ്ടി സെഷൻസ് കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിലെ തുടർവാദം നടക്കുകയാണ്. വിധി ഇന്ന് തന്നെ പറഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധി അനുകൂലമാണെങ്കിൽ ഈ രാഹുൽ, അതായത് കുറ്റം ചെയ്ത ആളിന് ജാമ്യം ലഭിക്കുകയും അല്ലെങ്കിൽ ആരോപണ വിധേയന് ജാമ്യം ലഭിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച വ്യക്തിക്ക് ജാമ്യം നഷ്ടപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യവുമാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിലിപ്പോൾ തൈക്കാട്ടെ സൈബർ പോലീസ് സ്റ്റേഷനുള്ളിലാണ് രാഹുൽ ഈശ്വർ ഉള്ളത്. ഇപ്പോഴും നിരാഹാര സമരത്തിലാണ് രാഹുൽ ഈശ്വർ. ഹാഷ്മി, ക്രിസ്റ്റിന. എല്ലാവരും ഹരിഗോവിന്ദൻ കോട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ മെൻസ് അസോസിയേഷൻ എന്നുള്ള ടീഷർട്ട് എവിടെ നിന്ന് ഒപ്പിച്ചു രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറസ്റ്റിലാവും നേരത്തെ അറിയായിരുന്നു. മെൻസ് കമ്മീഷൻ എന്ന ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഇന്നലെ കോടതി പോകുമ്പോഴും. അതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ? അത് രാഹുലിനോട് തന്നെ ചോദിക്കേണ്ടി വരുമോ? അത് രാഹുലിനോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. നിലവിൽ ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി രാഹുൽ ഈശ്വർ മറുപടി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ഒന്നിൽ കൂടുതലുണ്ടോ എന്നുള്ള വിവരമെല്ലാം രാഹുൽ തന്നെ പറയേണ്ടി വരും. ആഷ്മി, ഓക്കെ. റിനു ശ്രീധറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഇന്നലെ പറഞ്ഞത് വെള്ളവും കുടിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രി പോയപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥ വേണ്ടി ആയതുകൊണ്ട് അതിന്റെ ഊർജ്ജമാണ് കുഴപ്പമില്ലാത്തതെന്ന് രാഹുലും പറയുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസം അങ്ങനെയാണെങ്കിൽ വെള്ളം കുടിക്കാൻ നിരാഹാര സമരമാണ്. നോക്കാം എന്താവും ആ കേസിന്റെ മുന്നോട്ടുള്ള പുരോഗതി എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.